സലീംകുമാർ എന്തൊക്കെയാണ് മലയാളികൾക്ക് മാറ്റിയ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ അത് തെങ്കാശിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നു 2002. ആക്ടിങ് മെത്തേഡിനെ പറ്റി നമുക്ക് എന്തായാലും പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹം കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി ഒരു തരം ഹൈപ്പർബോളിക് റിയലിസം അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചറിസ്റ്റ് റിയലിസം എന്നൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി പിന്നെ ഈ ബോളിവുഡ് നടൻ ജിം ക്യാരിയുമായിട്ട് സാമ്യമുള്ളതായിട്ട്. കുമാറിന്റെ കണ്ണുകൾ വലുതാണ്, അപ്പൊ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പെർഫോമൻസ് ചെയ്യാറ്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് വിധേയനാവുന്നുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളിലേക്ക് മാറുന്നുള്ള സിനിമയിൽ അത് കേരള കഫേ എന്നുള്ള ആന്തോളജി സീരീസിലെ കുമാറിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത കമ്മ്യൂണിക്കേഷൻ ടൂളായി ഉപയോഗിക്കുന്നത് സലീം കുമാറിന്റെ നിന്നാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മീം കൾച്ചറിലേക്ക് സലീം കുമാർ നടന്നു കയറുന്നത്. കാരണം മലയാളത്തിൽ സോഷ്യൽ മീഡിയ വരുന്നു, മൊബൈൽ റവല്യൂഷൻ നടക്കുന്നു. സലീം കുമാറിന്റെ കഥാപാത്രങ്ങളെ ചാർലി ചാപ്ലിന്റെ കഥാപാത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന വാക്കുകൾ കണ്ടുള്ള ഒരു കളി, അതിന്റെ വേർഡ് പ്ലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അദ്ദേഹം തമാശ സൃഷ്ടിക്കുന്നത് നമ്മളൊക്കെ നിത്യേന ഉപയോഗിക്കുന്ന പല വാക്കുകളെ വളരെ രസകരമായിട്ടൊന്ന് തിരിച്ചിട്ടുകൊണ്ടും ഒന്ന് ട്വിസ്റ്റ്. രാഷ്ട്രീയ നിലപാടുകളും നമുക്ക് അറിയാം, അദ്ദേഹം അത് തുറന്നു പറയാൻ വേണ്ടിയില്ലാത്ത ആളെ. ഇതിലേക്ക് ശക്തമായ നിലപാട് അദ്ദേഹം പലപ്പോഴും എടുത്തിട്ട് ഇതിനെ കുറിച്ചൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സലീം എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. പേരിന്റെ കൂടെ കുമാർ വന്നതിനും ഒരു കാര്യം, മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാതാവുന്ന പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും.